അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷോപ്പിങ്ങിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെസിപ്പീസ് ഷെയർ ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. പിന്നെ നോമ്പ് തുറക്കാനായപ്പോഴേക്കും ഏകദേശം കടപ്പുറത്തിൻ്റെ അടുത്തെത്തിയപ്പം അവിടെ നിന്നാണ് നോമ്പും തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നോമ്പ് തുറൻ്റെയും ഷോപ്പിങ്ങിൻ്റെയൊക്കെ വിശേഷങ്ങൾ കണ്ടാലോ. രാവിലെ പൊലച്ചക്ക് നൂൽപുട്ടും ഇന്നലത്തെ കടലക്കറിയും അതിനും കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ എണീക്കണ വരെ എനിക്ക് പ്ലാനൊന്നും ഉണ്ടായില്ല. എണീച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി പറയണത് ഉപ്പ വിളിച്ചിട്ടുണ്ട് വേഗം വരാനും. ഉപ്പ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും, അപ്പോഴേക്കും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വരണമെന്ന്. അങ്ങനെ ഉപ്പേൻ്റെ അടുത്ത് എത്തി. അനിയനാണ് പിന്നെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് ലുലുവിൽക്കാണ്. ലുലുവിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ്, ഇസുവിന് വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകളും ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഇസുവിന് ടോയ്സും ഇസുവിന് ഒരു ഡ്രസ്സും മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഷോപ്പ് ചെയ്ത്. ഈ ബാക്കിൽ കാണുന്നത് എൻ്റെ ഉമ്മമ്മയാണ് കേട്ടോ. അപ്പം കാലുവേദന ആയതുകൊണ്ട് വീൽ ചെയറിൽ കയറ്റിയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയിട്ടുള്ളത് ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഇസുവിന് പിന്നെ നോമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓക്ക് ഫസ്റ്റ് തന്നെ മുട്ടായി വേണമെന്നായിരുന്നു. അങ്ങനെ അതൊക്കെ ഓള് പൊളിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ എന്താ ഈ ബോണ്ട് എന്നാട്ടോ മനസ്സിലാവാത്ത. അനിയൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വരലുള്ളൂ, പക്ഷെ വരുമ്പം ഇസുവിന് ഭയങ്കര ഫേവററ്റ് ആളാണ്. ഇതേപോലെ തന്നെ കേട്ടോ അനിയത്തിയായിട്ട്. ഏകദേശം 4:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഈ പരിപാടി കഴിച്ചിട്ട് ബാക്കി ഡ്രസ്സൊക്കെ എടുക്കണ്ടേ, പിന്നെ നോമ്പും തുറക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോകാൻ പറഞ്ഞ് പിന്നെ അവിടെയുള്ള ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ബീച്ചിലെത്തി. പിന്നെ ഇസുവിൻ്റെ കളി കഴിഞ്ഞു. ഇസുവിന് ഈ ടോയ് സെറ്റ് ലുലുവിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഓളത് അവിടെ നിന്ന് തന്നെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് കാർപ്പറ്റൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പം ഞങ്ങൾ അവിടുത്തെ സ്റ്റെയർസിൽ ഇരുന്നിട്ടാണ് നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കടികളൊക്കെ വേഗം സെറ്റ് ചെയ്തു. ഒരു 6:30 ആയപ്പം എല്ലാം കരിക്കഞ്ഞിയും ജീരകഞ്ഞിയൊക്കെ വാങ്ങിയിട്ടുള്ളൂന്ന്. അതും കുറച്ച് സാലഡുകളും ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്ത് അങ്ങനെ നോമ്പ് തുറക്കാൻ ടൈം ആയപ്പോഴേക്കും ഇതെല്ലാം റെഡിയായി. പിന്നെ നോമ്പ് തുറന്ന് കണ്ടില്ലേ, കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഭയങ്കര തിക്കുള്ള റഷ് അല്ലെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കുള്ള സിറ്റിങ്സൊക്കെ ചെയ്യൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഷൂസൊക്കെ എടുക്കാൻ വേണ്ടി, ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിന്. അങ്ങനെ മുട്ടായി തെരുവൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ ബാക്കിയുള്ള ഷോപ്പിങ്ങുകളും ഒക്കെ ചെയ്തിട്ടോ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി. പിന്നെ സാലഡ്, ഇത് ഒലീവ്സിൻ്റെ സാലഡാണ്, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാട്ടോ, അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായി. ഇതൊക്കെ ലുലുന്ന് വാങ്ങിയതാണ്. പിന്നെ ഫലാഫിലിൻ്റെ ഈ റോള് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, അപ്പോൾ അത് കഴിച്ച്. പിന്നെ കാടമുട്ട കഴിച്ച്, ബ്രെഡ് ഓംലേറ്റ് കഴിച്ച്. രാത്രി ആയപ്പോഴേക്കും നെഹദീന്ന് മന്തിയൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടുണ്ടായി. അപ്പം അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം.